സദസ്സിന് നമസ്കാരം. ഗ്രേറ്റ തുൻബർഗ് എന്ന സ്വീഡിഷ് വിദ്യാർത്ഥിനി UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ ലോക നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യത്തോടു കൂടി ഞാൻ ആരംഭിക്കുകയാണ്. പൊള്ളയായ വാക്കുകളാൽ നിങ്ങൾ എൻ്റെ സ്വപ്നങ്ങളും ബാല്യവും തകർത്തു. എന്നിട്ടും പ്രതീക്ഷയോടെ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും മാതൃത്വം പേർന്ന ഭൂമി ഇന്ന് കണ്ണുനീർ വാർത്ത് കരയുകയാണ്. തന്റെ ചൂടും ചൂരും നൽകി വളർത്തിയ മനുഷ്യമക്കൾ അവളോട് ചരമഗീതത്തിന്റെ ശങ്കലി മുഴക്കുമ്പോൾ മുറിവേൽപ്പിക്കപ്പെടുന്ന മാതൃത്വത്തിന്റെ കണ്ണുനീർ പ്രളയമായും ദുരന്തമായും മഹാമായായും സംഹാര താണ്ഡവമാടുമ്പോൾ ഇനിയും ഈ മനുഷ്യകുലം എന്തേ പഠിക്കാത്തത്? ഇത്തരണത്തിൽ പ്രകൃതി സംരക്ഷിക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുന്നത് കാലിക പ്രസക്തമാണ്. നമ്മുടെ പരിസ്ഥിതി അടപടലം വീഴുകയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നതിന്റെ തുടക്കമാണ്. അതെ, കരുതലിന്റെ കണക്ക് പുസ്തകം മറിച്ച് പ്രളയകാലം ഓർത്തെടുക്കേണ്ടതില്ല. അത് നമ്മെ എല്ലാ വർഷവും പിന്തുടരുന്ന കലികാല വർഷമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ മണ്ണും വായുവും ജലവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായിരിക്കുന്നു. ആണവ മാലിന്യങ്ങൾ, രാസകീടനാശിനികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയവ മൂലം നമ്മുടെ മണ്ണ് നിർജീവവും മലിനവുമാക്കപ്പെട്ടിരിക്കുന്നു. ഫാക്ടറികൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം, കപ്പലുകൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്ന് പുറന്തള്ളുന്ന എണ്ണ, രാസകീടനാശിനികൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂലം നമ്മുടെ ജലം അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിയോക്സൈഡ്, മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന അപകടകരമായ വാതകങ്ങൾ മൂലം നമ്മുടെ വായു മലിനമാക്കപ്പെട്ടിരിക്കുന്നു. മരങ്ങൾ വെട്ടിനിർത്തി വനം ഇല്ലാതാക്കുന്നു. ജനങ്ങളിൽ പാരിസ്ഥിതിക അവബോധം കണ്ടെത്തി വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ട ഈ ഭൂമി കാത്തുവെക്കാൻ നാം കരുതിയിരിക്കണം. എന്റെ മരം, ജൈവ വൈവിധ്യ ഉദ്യാനം തുടങ്ങിയ ആശകൾ കുട്ടികളിൽ പാരിസ്ഥിതിക അവബോധം കണ്ടെത്തുന്നുണ്ട്. ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് തുടങ്ങാം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പൊതുഗതാഗതം ഉപയോഗിക്കുക എന്നതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. വനവൽക്കരണത്തിലൂടെ, കൃഷി ഒരു സംസ്കാരമാക്കുന്നതിലൂടെ, പ്രകൃതിയെ സ്നേഹിച്ച മഹത് വ്യക്തികളെ മാതൃകയാക്കി അവരുടെ മഹാപ്രയത്നങ്ങളിലെ കണ്ണുകളാകുന്നതിലൂടെ വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവിയും വാസയോഗ്യമായ ഒരു ഭൂമിയും സമ്മാനിക്കാൻ നമുക്കൊന്നാകാം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന ONV കുറിപ്പിന്റെ നിരാശയാണോ, അതോ സർവം സഹിയായ ഭൂതദാത്രിയായ സമഭാവന ഉൾക്കൊള്ളുന്ന ഭൂമിയോളം വലുതാകാനാണോ നാം ശ്രമിക്കേണ്ടത്? ഭൂമിയോളം വലുതാകാനുള്ള ONV കുറിപ്പിന്റെ തന്നെ ആഹ്വാനം നമുക്ക് നെഞ്ചേറ്റാം. ദിനാചരണങ്ങളുടെ പരിധിക്ക് പുറം ചാടി ഭൂമിക്കായി ഒരു തൂവൽ സ്പർശമെങ്കിലും നമുക്കേകാം. വരാനിരിക്കുന്ന തലമുറകളെ ഓർത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഭൂമിക്കായി ഞാൻ നിലകൊള്ളും. നാവേറും കണ്ണേറും ഏൽക്കാതെ ഈ അമ്മയെ സംരക്ഷിക്കാൻ നമുക്കൊന്നാകാം. ഓർക്കുക, അവസാനത്തെ മരവും വീണ് കഴിയുമ്പോൾ, അവസാനത്തെ നദിയും വറ്റിക്കഴിയുമ്പോൾ, അവസാനത്തെ മത്സ്യവും ചത്തു കഴിയുമ്പോൾ പണം തിന്ന് വിശപ്പടക്കാൻ കഴിയുമോ? നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.